നല്ലോണം പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ആർക്കും വേണ്ടാതിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തല്ലോ. ഇതിനായിട്ടൊരു നേന്ത്രപ്പഴം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യുടെ ഫ്ലേവർ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഓയിൽ ചേർത്തോളൂ. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇതങ്ങ് കുഴച്ചെടുക്കണേ. കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തി മാവ് പോലെ അത്ര ലൂസായിട്ട് കുഴച്ചെടുക്കണ്ട. ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് പഴം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണേ. നല്ലോണം പഴിച്ചിട്ടുള്ള പഴം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്നാക്സിന് അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ പഴൻ്റെ ഇതുപോലെ അങ്ങ് ഉടഞ്ഞു വരുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ അതേ അളവ് തന്നെ 1/2 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുള്ളതാണ്. മധുരം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ. ഇനി അതിലോട്ട് തന്നെ 1/2 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ചേർക്കുന്ന സമയത്ത് കല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചീകി ചേർക്കുക, ഇല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്താൽ മതിയേ. ഈ ഒരു പാകത്തിലാവുമ്പോൾ അതങ്ങ് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം തിക്കും ആവരുത്, എന്നാൽ പിന്നെ ഭയങ്കരമായിട്ട് ലൂസാക്കുകയും ചെയ്യേണ്ട. ഈ ഒരു രീതിയിൽ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതങ്ങ് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് പോവാണ്. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് വലുതായിട്ടാണ് അങ്ങ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം നൈസായിട്ട് പരത്തിയെടുക്കേണ്ട, ചെറിയ കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേജ് കൃഷ്ണാവി എന്നുള്ള പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ ഇത് മുഴുവൻ അങ്ങ് മടക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് അധികം ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ബാക്കി ഭാഗത്തെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നോക്കി അതിൻ്റെ അകത്ത് ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ്ങൊക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ ഞാനിതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഇത് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമല്ലേ. നല്ലോണം പഴിച്ചിട്ടുള്ള പഴമൊക്കെ നമ്മുടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി, തീർച്ചയായിട്ടും അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറംവശമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിരിക്കും. ആ പഴവും ഇതൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.